നമസ്കാരം. അപ്പോൾ സഖാക്കളെ, നല്ല അന്തസ്സായിട്ട് തോറ്റു. ഇത്രയും ദിവസം പല കാരണങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ അപ്പാടെ തെറ്റിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യവും റിയാലിറ്റിയും അംഗീകരിക്കുന്നുണ്ട്. അതിന് ഇനി തിരിച്ചു വരാൻ പോകുന്ന വിമർശനങ്ങളും ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാനും തയ്യാറാണ്. കാര്യം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അമാനുഷികനല്ല, ത്രികാലജ്ഞാനമുള്ളവരല്ല. പഴയകാല കണക്കുകളും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സാഹചര്യവും വെച്ച് വിലയിരുത്തിയ കാര്യങ്ങൾ കൃത്യമായി ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞിരുന്നു. അത് ഇപ്പോഴും തെറ്റിയത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണ്. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുടെ തീവ്രമായിട്ടുള്ള കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയതാണ് UDFൻ്റെ വിജയത്തിന് കാരണം. അതിന് ആധാരമായിട്ടാണ് പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില സ്ഥാനാർത്ഥികൾ, അതായത് UDF സ്ഥാനാർത്ഥികൾക്ക്, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം മണ്ഡലത്തിലായിക്കോട്ടെ, മട്ടന്നൂരായിക്കോട്ടെ, അങ്ങനെ പലയിടങ്ങളിലും, തലശ്ശേരി ആയിക്കോട്ടെ, പലയിടങ്ങളിലും അതിൻ്റെ റിഫ്ലക്ഷനാണ് കൃത്യമായി കാണാൻ കഴിയുന്നത്. ന്യൂനപക്ഷങ്ങളെ കൃത്യമായി ഏകീകരിക്കാൻ അതിന് ലീഗും UDFും ചേർന്നുണ്ടാക്കിയ പ്ലാൻ കൃത്യമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ വർക്കൗട്ട് ആയതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. കാര്യം ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഒരു സർക്കാർ മാറുന്ന സന്ദർഭത്തിൽ ജനവികാരം എങ്ങനെയാണ് ആഞ്ഞടിക്കുന്നത്. കാര്യം 100 എന്ന ഒരു മാജിക്കൽ നമ്പറിലേക്ക് എത്താൻ, അതായത് 10 വർഷങ്ങൾക്ക് ശേഷം 2011 പിന്നോക്കം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ UDF ഇങ്ങനെ ഒരു വിജയം ഒരിക്കലും നേടിയിട്ടില്ല. ആ വിജയത്തിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭരണത്തിലില്ലാതിരുന്ന സന്ദർഭത്തിൽ അവർ വിജയത്തിലേക്ക് തിരിച്ചു വരാൻ എന്ത് പോംവഴിയുണ്ട് എന്ന് ആലോചിച്ചു. ആ പോംവഴി ഘടകകക്ഷികൾ ഒപ്പമില്ലാത്ത സാഹചര്യത്തിൽ ആകെ മത കൺസൾട്ടേഷൻ മാത്രമാണ് ഏക ആയുധമായി കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ എല്ലാം ഒപ്പം നിർത്താൻ എന്ത് പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ എന്ത് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുത്തായിരുന്നാലും ശരി, സഭകളുമായിട്ടും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളുമായിട്ടെല്ലാം അവർ വലിയ നീക്കുപോക്കുണ്ടാക്കി, അല്ലെങ്കിൽ അവർ വലിയ തോതിൽ ധാരണയായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുക വളരെ എളുപ്പമാണ്. അങ്ങനെ ഏകീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം കൊണ്ടോ കോൺഗ്രസിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല അങ്ങനത്തെ ഒരു വിജയം സംഭവിച്ചിരിക്കുന്നത്. അതിയായ വിഷമമുണ്ട്. ഇത്തരം വലിയൊരു പരാജയം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ പല കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നതാണ്. അത് മുഴുവൻ തെറ്റി എന്നുള്ള യാഥാർത്ഥ്യവും തുറന്നു പറയുന്നതിൽ ഒരു നാണക്കേടുമില്ല. പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ന്യായീകരിച്ച് വഷളാക്കാനും പരിശ്രമിക്കുന്നില്ല. പറഞ്ഞത് തെറ്റി, ജനവികാരത്തെക്കുറിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയും റിഫ്ലക്ഷൻ ഉണ്ടാക്കാനായിട്ട് മത കൺസൾട്ടേഷൻ ഉണ്ടായാൽ കഴിയുമെന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ ഈ 2026 തെരഞ്ഞെടുപ്പ് അനുഭവ പരിജ്ഞാനമായി എന്നതാണ് എന്നെ സംബന്ധിക്കുന്നിടത്തോളം വ്യക്തിപരമായിട്ടുള്ള അനുഭവം. എന്തായാലും വിജയിക്കുക എന്നുള്ളതാണ് ഒരു മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ പ്രധാനപ്പെട്ട ഘടകം കൃത്യമായിട്ട് നിർവഹിക്കാൻ ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ എന്തൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാക്കണോ അതെല്ലാം രാഷ്ട്രീയ തന്ത്രജ്ഞതയായിട്ടാണ് നമ്മുടെ നാട്ടിൽ വിലയിരുത്താറുള്ളത്. അത് കൃത്യമായിട്ട് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, അതിനുവേണ്ടി കഴിഞ്ഞ കുറേ കാലം അവർ ഏതൊക്കെ വഴിവിട്ട വഴിയിലൂടെ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നീങ്ങി എന്നുള്ളതൊക്കെ അവരുടെ രാഷ്ട്രീയ വിജയത്തിൻ്റെ ഒരു കാരണമായിട്ട് തന്നെ വിലയിരുത്തുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ആര് ഭരിക്കേണ്ടത് എന്ന തീരുമാനം ഉൾക്കൊള്ളേണ്ടത്. ആ തീരുമാനത്തെ കൃത്യമായി അവർ വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തി. അതിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം UDF തരംഗം ആഞ്ഞടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് 10 വർഷത്തെ ഭരണത്തിന് ശേഷം പുറത്തു പോകേണ്ട സാഹചര്യം വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ രാജ്യത്താകമാനം നിലനിന്ന BJPക്കെതിരെ പ്രതിരോധ ശബ്ദമായിരുന്ന 3 രാഷ്ട്രീയ സംഘടനകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തേക്ക് പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ DMK ആയിക്കോട്ടെ, ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ, അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷമായിക്കോട്ടെ, 3 എതിർ ശബ്ദങ്ങളും അവസാനിച്ചു എന്നുള്ളതാണ് സംഘപരിവാറുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടായിരിക്കുന്ന ഏക നേട്ടമെന്നും പറയുന്നു. ഇനി സോഷ്യൽ മീഡിയയിലെ സൈബർ അംഗങ്ങളോടുകൂടെ ഒരു വാചകം: നിങ്ങൾ ഈ വിഷയത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഇത്രയും ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്ത് വിമർശനം വന്നാലും അത് 100% ഉൾക്കൊള്ളാനും തയ്യാറാണ് എന്ന് കരുതിക്കൊണ്ട്
ഇതോടുകൂടി മുട്ടുമടക്കിയെന്നല്ല യാഥാർത്ഥ്യം, അത്യന്തം ശക്തമായി തന്നെ ഈ മേഖലയിൽ നിലകൊള്ളുമെന്നും അറിയിക്കുന്നു.